ഇന്ന് എനിക്ക് ആകെപ്പാടെ പോസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു മിനി വ്ലോഗാണ് കേട്ടോ. അതായത് ഒരു ഷോപ്പിങ്ങിന് ഇറങ്ങിയിട്ടാണ്. എനിക്ക് വേണ്ടിയിട്ടുള്ള ഷോപ്പിംഗ് അല്ല, അനിയത്തിക്ക് വേണ്ടിയിട്ടുള്ള ഷോപ്പിംഗ് ആണ് കേട്ടോ. അവൾ ഫ്രണ്ടിൻ്റെ കല്യാണത്തിന് ഡ്രസ് കോഡ് എടുക്കാനുള്ള ആ ഒരു ഓട്ടം പാച്ചിലായിരുന്നു. അപ്പോൾ ഞാൻ 2 ദിവസത്തിന് വീട്ടിൽ നിൽക്കാൻ വേണ്ടി വന്നതായിരുന്നു. അതിൻ്റെ മെയിൻ കോമഡി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കല്യാണം നാളെയാണ് കേട്ടോ വരുന്നത്. തലേദിവസം രാവിലെയാണ് ഞങ്ങൾ ഷോപ്പിങ്ങിന് ഇറങ്ങിയിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ചന്തപ്പടിയിലേക്കാണ് ഡ്രസ്സ് എടുക്കാനായിട്ട് വന്നിട്ടുള്ളത്. ഇവിടെ ഒരുപാട് കട ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇവളിങ്ങോട്ട് കൊടുക്കുന്നതാണ്. ഞാനിവിടെ ആദ്യമായിട്ടാണ് കേട്ടോ. ഞാൻ എപ്പോഴും ചാവക്കാട് നിന്നാണ് ഷോപ്പിംഗ് ഒക്കെ ചെയ്യാറുള്ളത്. ലാസ്റ്റ് ഇവിടുന്ന് അവൾക്ക് കിട്ടിയില്ല കേട്ടോ. ഞങ്ങളിവിടെ ഒരുപാട് കടകൾ തപ്പിത്തെറിഞ്ഞ് ലാസ്റ്റ് സ്റ്റാൻഡിൽ നിന്ന് ഇത്തിരി മധുരപ്പുളി മേടിച്ച് ബസ് കയറി തിരിച്ച് നേരെ ചാവക്കാട്ടേക്ക് വിട്ടു കേട്ടോ. ചാവക്കാട് കുറച്ച് തപ്പിയിട്ടാണെങ്കിലും ഇഷ്ടപ്പെട്ട സാധനം കിട്ടിയിട്ടുണ്ടായിരുന്നു. അതായത് ഡ്രസ്സ് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതായത് നമ്മൾ ഡ്രസ്സൊക്കെ എടുത്ത് അവിടെ നിന്നൊരു സ്നാക്കൊക്കെ കഴിക്കാനായിട്ടുള്ള മേടിച്ച് റോട്ടിൽ നിന്നിട്ടാണ് കഴിക്കണം. നല്ല മഴ കണ്ടപ്പോൾ കയറുന്നതാണ്. പിന്നെ എനിക്ക് കൊളാബിനുള്ള ഒരു പിക്കിൾ കളക്ട് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ അതാകെ ലീക്കായിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതായി പൊരിക്കാനുള്ള സാധനം മേടിച്ച് നമ്മൾ നേരെ പൊന്നാനി ബസ് കയറി കേട്ടോ. അപ്പോൾ ഇതാ പൊന്നാനി ബസ്സിൻ്റെ സൈഡിലെ സ്ഥിരം കാഴ്ചയാണിത്. ഒരു മാറ്റവും ഇല്ല, നല്ല തിരക്കാണ്. അങ്ങനെ ഇതേ ബസ്സിലിരിക്കുമ്പോൾ ഒരു മൂർക്കം പാമ്പ് ഇങ്ങനെ നിൽക്കണം കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് വീഡിയോ പിടിച്ചതാണ് കേട്ടോ. അതിൻ്റെ അടുത്ത് നിന്നിട്ട് ആരോ ഷോ ഓഫൊക്കെ നടത്തുന്നുണ്ട്. അങ്ങനെ ഇതേ നമ്മുടെ ഹോം ടൗൺ എത്തി. ഇവിടുന്ന് ബസ് ഇറങ്ങി ഞാൻ നടക്കാൻ കേട്ടോ. കൊളാബിനുള്ള ഐറ്റം പൊട്ടിച്ചപ്പോൾ ഇതാണ് അവസ്ഥ. ആകെ പട തകിടം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഉമ്മച്ചി വരുമ്പോൾ ചോക്കോബാർ മേടിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഞാനത് മറക്കാണ്ട് മേടിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ ചോറ് കഴിക്കാനിരുന്നു കേട്ടോ. ചോറും മീൻകറിയും അച്ചാറുണ്ടായിരുന്നു. പക്ഷെ അച്ചാർ ഈ പൊട്ടിയ അച്ചാറല്ല കേട്ടോ, അത് വേറെ അച്ചാറാണ്. അപ്പോൾ ഈ പൊട്ടിയ അച്ചാർ ആകെപ്പാട് ഇതായിരുന്നു അവസ്ഥ. അത് കഴിഞ്ഞ് അവർ വേറെ എനിക്ക് കൊളാബിന് അയച്ചിട്ടുണ്ടായിരുന്നേ.